അനുമ മിസ് ആണേ. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സാം ഒക്കെ വരാനായിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മക്കൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് സ്വന്തമായിട്ട് കവിതകൾ എഴുതുക അല്ലെ, കുഞ്ഞു കവിതകളൊക്കെ എഴുതുക എന്നുള്ളത്. നിങ്ങൾക്ക് കവിതകളെ കുറിച്ച് അറിയാമോ? നമ്മുടെ പാഠഭാഗത്ത് അല്ലെ കുറെ കവിതകൾ പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും കവിത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എങ്കിൽ ടീച്ചർ നിങ്ങളുടെ ഓർമ്മയിലേക്കായിട്ട് സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിത പരിചയപ്പെടുത്തി തരട്ടെ. എന്താണ് ആ കവിതയുടെ പേര് അല്ലേ? ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എന്താണ് ആ കവിതയുടെ പേര്? പൂച്ച എന്നാണ് അല്ലേ. ഏത് പൂച്ചയെ കുറിച്ചാ? സുഗതകുമാരി ടീച്ചർ കുറിഞ്ഞി പൂച്ചയെ കുറിച്ചാണല്ലേ പറയുന്നത്. എന്തായിരുന്നു ആ കവിത? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഈ കവിത എന്തിനാ നമ്മൾ പഠിക്കുന്നത്? നമുക്കും ഇതുപോലെ സ്വന്തമായിട്ട് അല്ലെ കവിതകൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ നമുക്ക് ആദ്യം ഈ കവിത ഒന്ന് ചൊല്ലി നോക്കാം. എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. എന്താ പറഞ്ഞിരിക്കുന്നേ? കുറിഞ്ഞി പൂച്ച എങ്ങനെയുള്ള പൂച്ചയാ? അന്തസ്സുള്ളൊരു പൂച്ചയാണ് അല്ലെ. കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ അല്ലെ. കൺമഷി പോലെ കറുത്ത നിറമാണ്, പക്ഷെ കണ്ണുകളോ മഞ്ഞ നിറത്തിലാണ് അല്ലെ. പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലെ ഒരു വാല്. അപ്പൊ എങ്ങനെയാണ് സുഗതകുമാരി ടീച്ചർ പൂച്ചയുടെ വാല് പറയുന്നത്? നോക്കിക്കേ, പൂങ്കുല പോലെയാണെന്നാ പറയുന്നത്. നോക്കിക്കേ, കുറുകുറയെന്നു കുറുങ്ങി കുഞ്ഞിയുറക്കം തൂങ്ങി വെയിലിലിരുന്നു മയങ്ങും എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച അല്ലെ. ഒരു കുട്ടി കവിതയാണ്. അപ്പൊ മക്കൾക്ക് ഈ കവിത മനസ്സിലായോ? അപ്പൊ പൂച്ചയെ പറ്റിയോ അല്ലെ, പൂച്ചയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെയാണല്ലേ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതുപോലെ നിങ്ങളെ കുറിച്ച് അല്ലെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും കുറിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചൊക്കെ കവിത എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാര് നല്ല അടിപൊളിയായിട്ട് എഴുതുവോ? എഴുതണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ സ്വഭാവത്തെ കുറിച്ച് എഴുതാം, അതിന്റെ നിറത്തിനെ കുറിച്ച് എഴുതാം അല്ലെ, അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് എഴുതാം. ഇതൊക്കെ എഴുതാൻ പറ്റും. അപ്പൊ എല്ലാവരും പഠിച്ചോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഗംഭീരമായിട്ട് നിങ്ങൾ ഉത്തരം എഴുതും അല്ലെ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.